ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ ചാത്തേടം തുരുത്തിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് കൊടുങ്ങല്ലൂരിൻ്റെ അടുത്താണ് കേട്ടോ. ഏകദേശം ഒരു ബോർഡർ എന്ന് പറയാം, തൃശ്ശൂർ ജില്ലേൻ്റെയും എറണാകുളം ജില്ലേൻ്റെ ഒക്കെ ഒരു ബോർഡർ ആണ് ഇവിടെ. ചാത്തേടം തുരുത്തിപ്പുറം, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ജോഷിനെ കാണാനാണ് ഇവിടെ വന്നത്. ജോഷിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ജോഷിന് കാഴ്ച പ്രശ്നമാണ്, RP ആണ്, റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയും. അപ്പോൾ കൃഷ്ണമണിക്കോ ഇതിനൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ കാഴ്ചേൻ്റെ ബുദ്ധിമുട്ടാണ്. ഒരു കണ്ണിന് തീരെ കാഴ്ചയില്ല, മറ്റൊരു കണ്ണിന് പാർഷ്യലി, ലോങ് സൈറ്റ് ഒന്നുമില്ല, പാർഷ്യലി ആയിട്ട് അടുത്തൊക്കെ ഉള്ളതൊക്കെ കാണും. അങ്ങനെയാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. അവരുടെ വീടും പരിസരമാണ് കേട്ടോ ഇത്. ഇവർക്ക് അച്ഛന് കൃഷി കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇവരുടെ സ്ഥലമാണ് കേട്ടോ. ബാക്കിലോട്ടൊക്കെ സ്ഥലമുണ്ട്, കൃഷിയാണ് അച്ഛന്. അമ്മ മരണപ്പെട്ടതാണ്. ഇതാണ് ഇവരുടെ സ്ഥലം കേട്ടോ. ഇവർ രണ്ടാളാണ്, അനിയനാണ് ആ നിൽക്കുന്നത്. ഇതാണ് ജോഷിൻ. ജോഷിനെ, എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. സുഖല്ലേ? സുഖാടിയാണ്. ജോഷിൻ സ്കൂൾ മാഷാണ് കേട്ടോ. സ്കൂൾ ഇവിടെ അടുത്താണ്. ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ പോണം. LP-ലാണ് പഠിപ്പിക്കണത്. LP സ്റ്റാൻഡേർഡ് 4ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കണത്. 4ാം ക്ലാസ്സിൽ എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളാണ്. സ്ഥിര നിയമനമാണ്. തൃശ്ശൂർ ജില്ലയിലെ പെട്ട സ്കൂളാണ്. എല്ലാ സബ്ജക്റ്റും എടുക്കണം. എല്ലാ സബ്ജക്റ്റും എടുക്കണം. നമ്മ LP-ലാവുമ്പോ എല്ലാ സബ്ജക്റ്റും എടുക്കണം. നമുക്ക് അവിടെ ഇരിക്കാം. ഇത് ജോഷിന്റെ അച്ഛനാണ്. അച്ഛന്റെ പേരെന്താ? ടൈറ്റസ്. അച്ഛനിവിടെ കൃഷി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്തൊക്കെയാ ഉള്ളത് കൃഷി? വാഴയുണ്ട്, കൊള്ളിയുണ്ട്. കൊള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് കപ്പ അല്ലേ? കപ്പ കൃഷി. കപ്പ. അനിയൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പാണ് അല്ലേ? അതെ വർക്ക്ഷോപ്പ് വർക്കെയാണ്. എന്നാ വെച്ചാ ഞാൻ ജോഷിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ജോഷിൻ കാര്യങ്ങളൊക്കെ പറയും. എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്തണം അല്ലേ? അതെ. ജോഷിന് എത്ര വയസ്സായി? 32 അല്ലേ? 32 വയസ്സ്. അമ്മ മരണപ്പെട്ടിട്ട് കുറേ ആയോ? 13 വർഷമായി. 13 വർഷമായി. അപ്പോൾ ഇവിടെ ജോഷിനും അച്ഛനും അനിയനും പിന്നെ അമ്മൂമ്മ ഉണ്ട് അല്ലേ? അമ്മൂമ്മനെ നോക്കാൻ വേണ്ടി ഇവിടെ ചേച്ചിയുണ്ട്. അതെ, ഇതിവിടെ പിന്നെ ജോഷിന്റെ അമ്മൂമ്മനെ നോക്കുന്ന ചേച്ചിയാണ് അല്ലേ? ചേച്ചി ഇവിടെ വാർഡ് മെമ്പറൊക്കെ ആയിരുന്നു അല്ലേ? അതെ. ഇത്രയും പെട്ടെന്ന് നടക്കട്ടെ അല്ലേ ചേച്ചി? പ്രാർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് നടക്കണം. 2 കൊച്ചുങ്ങളും പപ്പയുള്ളൂ. ഒരു സ്ത്രീയുടെ കുറവ് ഇവിടെ ശരിക്കുണ്ട്. കാരണം ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം ഒരു സ്വന്തം മക്കളെ പോലെ ഞാൻ കാണേണ്. എല്ലാം ചെയ്തു കൊടുക്കും. അതിന് മുന്നേ ഈ 2 ആൺകൊച്ചുങ്ങളും ഈ പപ്പയും കൂടിയാണ് എല്ലാം ചെയ്തിരുന്നത്. ഇപ്പോഴും അവര് ഞാൻ വേണ്ടെങ്കിലും അവര് എന്നെ സഹായിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു നല്ല മനസ്സുള്ള കൊച്ചുങ്ങളാണ്. എത്രയും പെട്ടെന്ന് ഒരു കാര്യം നടന്ന് ഒരു നല്ല പെൺകൊച്ചി വീട്ടിൽ വന്ന് കയറണം, അത്രേ ആഗ്രഹമുള്ളൂ. തീർച്ചയായും നല്ലൊരു കുട്ടി വരട്ടെ. അപ്പോ ജോഷിന് യാത്ര ചെയ്യാൻ ഒറ്റയ്ക്ക് എവിടെയും പോകില്ല. കോഴിക്കോടും എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ട് ഒറ്റയ്ക്ക്. പിന്നെ ഇരുട്ടാവുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളത്. പിന്നെ രാത്രി കൂടുതൽ പ്രശ്നമാണ്. ഈ കണ്ണട വെക്കുന്നത് കൊണ്ട് കാഴ്ച ഇല്ലില്ല, കുറച്ച് ക്ലിയർ കിട്ടും. എന്നുവെച്ചാ വെച്ചില്ലെങ്കിൽ ഒന്നും കിട്ടൂല. അങ്ങനെ വെച്ചാലാണ് കാണാനൊക്കെ കാണുള്ളൂ. അതെ. അപ്പൊ എത്രത്തോളം ഉണ്ട് ഇപ്പൊ കാഴ്ച? ഇപ്പൊ മെഡിക്കൽ സർട്ടിഫിക്കറ്റില് 60% ഡിസബിലിറ്റി എന്നാണ് എഴുതിയേക്കണത്. 40% കാഴ്ച ഉണ്ടെന്നുള്ള ഇതില്. ഏത് കണ്ണിനാ കാഴ്ച പൂർണ്ണമായിട്ടില്ല? ഇടത് കണ്ണിന് പ്രഷറായിട്ട്. ഇടത് കണ്ണിന് പ്രഷറായിട്ട് ഫുള്ള് പോയതാണ് അല്ലേ? അപ്പൊ വലത് കണ്ണിന് നമുക്ക് അടുത്തുള്ളതൊക്കെ കാണാം. പാർഷ്യലി ബ്ലൈൻഡില് ഇതില് നമുക്ക് ഷോർട്ട് സൈറ്റ് ആയിരുന്നു. ജന്മനാ തന്നെ ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കുറെയൊക്കെ. അപ്പൊ RP-യുടെ ഇതായതാണ്. പിന്നെ ചികിത്സ നിലവിലില്ലല്ലോ. അതെ. പിന്നെ പല ആയുർവേദ അത് എന്നൊക്കെ പറഞ്ഞ പലതും ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ചികിത്സ വന്നിട്ടില്ല. പിന്നെ കാഴ്ച കിട്ടുമെന്ന് ഉറപ്പില്ല. പിന്നെ ഉള്ളത് കൂടി പോന്നുള്ള ഒരു സംശയം ഉള്ള കാരണം പിന്നെ അങ്ങനെ പലതും കേട്ടേക്കണ കാരണം പിന്നെ പോവാൻ മടിയായിരുന്നു. പിന്നെ ഉള്ളത് കൂടി പോയാൽ പിന്നെ ഒട്ടും കാണില്ല എന്നുള്ള ഇതിൽ പിന്നെ പോയില്ല. പിന്നെ ഒന്നിനും. പിന്നെ അങ്കമാലിലൊക്കെ പിന്നെ വാസനയ്ക്കേറ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാണിക്കാനായിട്ട്. അപ്പൊ ഒരു തുള്ളി മരുന്നൊക്കെ വെച്ച് അങ്ങനെ ഉള്ള കാഴ്ച പോവാത്ത രീതിയിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണത്. ഇടക്കിടക്ക് ചെക്കപ്പിന് പോണം അങ്കമാലിലൊക്കെ. അങ്ങനെയൊക്കെ പോണത്. നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടോ? ഇല്ല, ദൂരം അടുത്തുനിന്നാണ് കൂടുതൽ താല്പര്യം. അടുത്തൊക്കെ ആണെങ്കിൽ
ആ പിന്നെ ദൂരം അങ്ങനെ വലിയ പ്രശ്നമില്ല, അടുത്താണെങ്കിൽ സന്തോഷം എന്നുള്ളതാണ്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? ഒരു 28-30 റേഞ്ചൊക്കെ, മാക്സിമം 30 വരെ നമുക്ക് നോക്കാം അല്ലേ? അതെ അതെ. അപ്പോൾ പാർഷ്യലി ബ്ലൈൻഡ് ഉള്ള ആളാണോ അല്ലെങ്കിൽ കാഴ്ചക്ക് ബുദ്ധിമുട്ടില്ലാത്ത ആളാണോ കാഴ്ച സൈറ്റഡിനാണ് നോക്കുന്നത്? പ്രിഫറൻസ് തീർച്ചയായും. കാരണം നമുക്ക് കാഴ്ച കുറവാണ്. അപ്പൊ അത് പാർഷ്യലായ പിന്നെ നമ്മളെ പോലെ തന്നെ ആളി പിന്നെ നമുക്ക് നമ്മളെ കൊണ്ടുനടക്കലും നമുക്കായാലും രണ്ടുകൂട്ടർക്കാലും പറ്റൂല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ കൂടുതലും. സൈറ്റഡിനെ കൂടുതൽ മുൻഗണന കൊടുക്കണത്. ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതായത് കാഴ്ചക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളെയാണ് വേണ്ടത്. അതല്ലാണ്ട് ശാരീരികമായിട്ട് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും നമുക്ക് നോക്കാം അല്ലേ? ചെറുതൊക്കെ ആണെങ്കിലൊക്കെ നോക്കാം. നമുക്ക് കണ്ണിന് കാഴ്ച സൈറ്റഡിന് നമ്മ കൂടുതൽ മുൻഗണന കൊടുക്കണത്, കാഴ്ചയുള്ളവരാ. അങ്ങനെ തീർച്ചയായും. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ അമ്മ മരണപ്പെട്ടാണ്, പിന്നെ ഒരു ചേച്ചിയാണ് ഉള്ളത്. അപ്പൊ ഈ വീട് കൊണ്ടു നടക്കാനും അതിനൊക്കെ സ്മാർട്ട്നെസ് ഒക്കെ ഉള്ള ആളെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ജോഷിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അനിയന്റെയും കല്യാണമൊക്കെ നോക്കാനല്ലേ? ഇവര് തമ്മിൽ വലിയ വയസ്സ് ഡിഫറൻസ് ഇല്ല, ഒരു വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ ജോഷിന്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടക്കട്ടെ. ജോഷിനെ നമുക്ക് എല്ലാവർക്കും വരാൻ പോകുന്ന നമ്മുടെ വൈഫിനെ പറ്റി ഓരോ കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. ജോഷിന് അങ്ങനെ എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ? നല്ല പെൺകുട്ടിയായിരിക്കണം. പിന്നെ വീടും പരിസരവും എല്ലാവരൊക്കെ ആയിട്ട് നല്ല ഒത്തിണങ്ങി പോണ, നല്ല പ്രയറും ഇതൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാം നല്ല രീതിയിൽ നടത്തണ ഒരു ജോലി ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് പോണ രീതിയിലുള്ള ഇതായിരിക്കണം. ജോലി ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും നമുക്ക് ഇപ്പൊ പൈസ കൊണ്ട് ഇപ്പൊ താഴ്ന്ന ഇതിലാണെങ്കിലും പൈസ കുറവുള്ളവരാണെങ്കിലും നമുക്കിങ്ങനെ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും പിന്നെ കുടുംബവും എല്ലാവരോടും നല്ല ഒത്തിണങ്ങി പോണ രീതിയിലുള്ള നല്ല ദൈവഭക്തിയൊക്കെ ഉള്ള ആളാണ് കൂടുതൽ. അതെ. ഇവര് ക്രിസ്ത്യനില് നിങ്ങള് ഏതാ? ഞങ്ങൾ ക്രിസ്ത്യനില് ലാറ്റിൻ കാത്തലിക്കാണ്. ലാറ്റിൻ കാത്തോലിക് അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ലാറ്റിൻ കാത്തോലിക് തന്നെയാണോ വേണ്ടത് അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾ നമ്മൾ നോക്കുവോ? ഇല്ല, ലാറ്റിൻ കാത്തലിക് നമുക്ക് നിർബന്ധമില്ല. അങ്ങനെ ക്രിസ്ത്യൻ ആയാൽ മതി. ക്രിസ്ത്യനില് ഏത് വിഭാഗമാണെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങള് എന്താ പഠിച്ചത്? ഞാൻ SLC +2 പിന്നെ TTC പഠിച്ച്, പിന്നെ അതൊക്കെ കഴിഞ്ഞ് കേട്ടൊക്കെ എഴുതി. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ജോലി കിട്ടി. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് കയറിയത്, 2024 കയറിയത്. സ്കൂളിൽ കയറിയത് ഈ തൃശ്ശൂർ ജില്ലയിലുള്ള സ്കൂളാണ്, LP സ്കൂളിൽ. ഇപ്പൊ ഒരു വർഷമായപ്പോ പെർമനന്റ് സ്റ്റാഫ് ആയപ്പോ. പല കോഴ്സും വരും, നല്ലപോലെ അന്വേഷിച്ച് ചെയ്യുക. നമുക്ക് യോജിച്ച നമ്മുടെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയാം. നമ്മളെ സാഹചര്യങ്ങളും സിറ്റുവേഷനും ഒക്കെ അറിഞ്ഞിട്ട് വരുന്നത് അല്ലേ? നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ എല്ലാം കണ്ടറിഞ്ഞ് വരുന്ന ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജോഷിന് താങ്ങായും തണലായി നിൽക്കുന്ന നല്ലൊരു പെൺകുട്ടി നമ്മൾ അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ലോക്കലിയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഏത് പെൺകുട്ടികളാണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള, ഇപ്പോൾ കെട്ടിക്കാൻ തന്നെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിലും നമ്മൾ ഓക്കെയാണ്. പിന്നെ ഈ RP അങ്ങനെ കണ്ണിൻ്റെ അത്ര വലിയ വിഷയമൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് ചില സിറ്റുവേഷനിൽ മാത്രം ഒന്ന് ഒരു ഹെൽപ്പ് ചെയ്താൽ മതി, ഒരു കൈയൊന്ന് പിടിച്ചാൽ മതി പുറത്തേക്ക് പോകുമ്പോൾ. ഇല്ല നിങ്ങൾ സ്റ്റിക്ക് യൂസ് ചെയ്യലുണ്ടോ? ഇല്ലാതെ തന്നെ? ഇല്ല, നമ്മ ചെറുപ്പം മുതലേ തന്നെ സൈറ്റഡ് സ്കൂളിൽ തന്നെ പഠിച്ചത്. ഇതുവരെ പഠിച്ചതൊക്കെ സൈറ്റഡ് സ്കൂളിൽ തന്നെയാണ്. ബ്രെയിലി ഒന്നും ഇല്ലില്ല, അറിയില്ല. സൈറ്റഡ് സ്കൂൾ 1 മുതൽ ഇപ്പൊ ഇതുവരെ പഠിക്കണൊക്കെ സൈറ്റഡ് സ്കൂളിൽ തന്നെ പഠിച്ചതും വർക്ക് ചെയ്യണതും സൈറ്റഡ് സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ഫോൺ ടോക്ക് ബാക്ക് യൂസ് ചെയ്യാറില്ല? ഫോണൊക്കെ സാധാരണ സൈറ്റഡ് ഉപയോഗിക്കണ പോലെയാണ് ഫോൺ യൂസ് ചെയ്യണത്, സ്മാർട്ട് ഫോൺ. അത് കാണാനുള്ള കാഴ്ച ഇരുട്ടാവണ സമയത്താണ് കൂടുതൽ ബുദ്ധിമുട്ട്. പകൽ സമയത്ത് യാത്ര ചെയ്യാനായാലും ഇങ്ങനെ ചെറിയ അക്ഷരങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നോക്കി കണ്ടുപിടിക്കല്. എന്നാലും നമുക്ക് ഒരുമാരൊക്കെ യാത്ര ചെയ്യാനൊന്നും കുഴപ്പമില്ല. പകൽ സമയത്ത് ഇരുട്ടാവുമ്പോഴേക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. രാത്രിയാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഫോൺ യൂസ് ചെയ്യാനൊന്നും കുഴപ്പമില്ല, ചെയ്യാനും നടക്കാനൊന്നും സീനില്ല, കുഴപ്പമില്ല. ഇതുവരെ സ്റ്റിക്ക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് അങ്ങനെ ഈ സൈറ്റഡ് സ്കൂളിൽ തന്നെ പഠിച്ചേക്കണത് ഇതുവരെ. അതെ, വർക്ക് ചെയ്യണതും അങ്ങനെയാണ്. അതെ 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 അതെ. ജോഷിനെ അപ്പോൾ അത്രയല്ലേ പറയാനുള്ളൂ അല്ലേ? അതെ. ഇപ്പോൾ നല്ലൊരു പെൺകുട്ടി വരട്ടെ. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ജോഷിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു പെൺകുട്ടി എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്, കല്യാണപ്രായമായിട്ടും കല്യാണം റെഡിയാവാത്തതൊക്കെ ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരെവിടെ എന്നുള്ളതാണ്, അവരെ നമ്മൾ തേടി കണ്ടെത്തണം. നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ ആരും അറിയാണ്ട് ഒരു ഒറ്റപ്പെട്ട വീട്ടിലോ അല്ലെങ്കിൽ ദൂരത്തൊക്കെ ഉണ്ടാവും. അത് കണ്ടെത്തിയിട്ട് അവർക്ക് പറ്റിയൊരു പാർട്ട്ണറിനെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെ നാട്ടിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ കണക്ട് ചെയ്ത് തരണം കേട്ടോ.
കോട്ടയം ജില്ല, ഇടുക്കി ജില്ല, അതേപോലെ ക്രിസ്ത്യൻസ് കൂടുതലായിട്ട് ഉള്ള ഏരിയകളുണ്ടല്ലോ, അവിടെ നിന്നാണ് നമുക്ക് എളുപ്പം ഒരാളെ കണ്ടെത്താൻ പറ്റുക. എല്ലാ ഏരിയയിലും ക്രിസ്ത്യൻസ് ഉണ്ട്, പക്ഷേ കൂടുതലായിട്ട് അവരുള്ള ഏരിയകളുണ്ടാവുമല്ലോ, ആ ഏരിയയിൽ നിങ്ങളിത് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. ലോക്കലിയുള്ള ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം. ജോഷിന് ആൾ സ്മാർട്ടാണ്. എനിക്ക് ജോഷിനെ ഇവിടെ വരുന്നതിന് മുമ്പേ അറിയാം. നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട് RP അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്, അതിലുള്ള ആളാണ്. അപ്പോൾ അതിൽ നമ്മൾ ചാറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് ഇവിടെ വരാൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ വീട് ചുറ്റുപാടൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം അമ്മ മരണപ്പെട്ടു, അച്ഛൻ അതിനുശേഷം വേറെ വിവാഹം കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. 2 ആൺകുട്ടികളാണ് ഇവർ. അറിയാലോ, 2 ആൺകുട്ടികളും അച്ഛനും 3 ആണുങ്ങളും ആകുമ്പോഴുള്ള അവസ്ഥ അറിയാലോ. അമ്മൂമ്മക്ക് പിന്നെ സുഖമില്ല. അമ്മൂമ്മനെ നോക്കാൻ ഇപ്പോൾ ഒരു വർഷം മുമ്പ് ചേച്ചി വന്നു. അപ്പോൾ കുഴപ്പമില്ല, ചേച്ചി ഇപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അല്ലാണ്ട് ഇവരൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഇവർ തന്നെയാണ്. ജോഷിന് കുക്കിങ്ങൊക്കെ അറിയാം. കുക്കിങ് ജോഷിനും അനിയനെല്ലാം കൂടി കുക്കിങ് ചെയ്യും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓല് ആണുങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരവസ്ഥയേനു. അപ്പോൾ അതൊക്കെ മാറണം. ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ വന്നാൽ, ഒരു വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും പെൺകുട്ടികൾ തന്നെയാണ്. അവർ വരുമ്പോഴാണ് ഒരു വീട് മാറുക, ആ വീട്ടിൽ ഐശ്വര്യം വരിക. അപ്പോൾ നല്ലൊരു പെൺകുട്ടി വരട്ടെ, അതുപോലെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ അല്ലേ. അമ്മ മരണപ്പെട്ട ആ ഒരു സ്ഥാനം നികത്താൻ ഉള്ളൊരു പെൺകുട്ടി ആവട്ടെ അല്ലേ. നല്ലൊരു അമ്മയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ കെയർ ചെയ്യാൻ പറ്റിയ നല്ല സ്നേഹനിധിയായൊരു മോള്. നിങ്ങൾക്ക് ഇവിടെ സേഫായിരിക്കും, ഒരു വിഷയമില്ല. സാമ്പത്തിക പ്രശ്നമോ അല്ലെ പട്ടിണിയോ അങ്ങനത്തെ വിഷയമൊന്നും ഇവിടെ ഉണ്ടാകുകയല്ല കേട്ടോ. ജോഷിന് നല്ല ജോലിയുണ്ട്, പിന്നെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകും. അപ്പോൾ ഇവർക്ക് സാമ്പത്തികമായിട്ട് പാവപ്പെട്ടവരെല്ലാം സ്വീകരിക്കാൻ റെഡിയാണ്. അപ്പോൾ ആദ്യ വിവാഹമാണോ, ഒരു 30 വയസ്സ് വരെ നമുക്ക് നോക്കാം. വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഇങ്ങനെ വിവാഹം നടക്കാതെയൊക്കെ ഉള്ള പാവപ്പെട്ട വീട്ടിലല്ലേ. അങ്ങനെ പിന്നെ വിദ്യാഭ്യാസം കുറച്ച് കുറഞ്ഞതാണെങ്കിലൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. മനസ്സിലാക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു കല്യാണം റെഡി ആവട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടോ.